ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് പോകുന്നത് കരാമിയിലേക്കാണ് പോകുന്നത് കേട്ടോ. കരാമിയ ഇനി ഏകദേശം പകുതി വഴി എത്തിയിട്ടുണ്ട്. ഏകദേശം ഇവിടുന്നൊരു 100 കിലോമീറ്റർ സംതിങ് അതിനുള്ളിൽ വരും. അപ്പം പോകുന്ന വഴി ഞാനൊന്ന് വണ്ടി നിർത്തിയതാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. അപ്പം ഇതിൻ്റെ കാഴ്ച ഒന്ന് ജസ്റ്റ് കാണിക്കുന്നത്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോഴത്തേക്കും കേട്ടോ. നല്ലൊരു സ്പോട്ടാണ് ഇവിടെ നിന്ന് കാണാനായിട്ടൊക്കെ നല്ല രസമുണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നമ്മുടെ ഫോണിൽ കിട്ടുന്നതാണ്. ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് പോകാനായിട്ട് ഏകദേശം ഒരു 13 കിലോമീറ്റർ ഉണ്ട്. 13 കിലോമീറ്റർ പോകണമെങ്കിൽ 32 മിനിറ്റ് കാണിക്കുന്നത് കേട്ടോ. കാരണം ഗ്രാവൽ റോഡാണ്, വളരെ പെതുക്കെ പോകാനൊക്കത്തുള്ളൂ. ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പോകാനായിട്ട്. പിന്നെ പൊതുവേ ക്ലൈമറ്റ് കുറച്ച് മോശമാണ് കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. വലിയ വെയിലൊന്നും ഇല്ല, അതുകൊണ്ട് മൊത്തത്തിൽ കുറച്ച് ശോകമാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പം ഉണ്ടോ. മൊത്തം ഒരു മൂടിയ അന്തരീക്ഷമാണ്. നമ്മൾ ഈ ഗ്രാവൽ റോഡ് ആയതുകൊണ്ട് വളരെ പെരുക്കം മാത്രമേ പോകാനൊക്കെ തീർന്നു കേട്ടോ. ആ വിഷയം വരുന്നത് നമ്മുടെ ഗ്രാവൽ റോഡായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്ന വഴി ഓരോ സ്പീഡ് ലിമിറ്റും ഓരോ വളവിനൊക്കെ നമുക്ക് ഓടിക്കേണ്ട സ്പീഡ് ലിമിറ്റൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റും. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? ഏകദേശം ഒരു 25 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് കേട്ടോ. ഫുള്ള് കാടാണ്. കാടിന് നടുക്കൂടെ ഒരു ഡ്രൈവാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെയാണ് നമ്മുടെ ഒപ്പാറ ആർച്ച് ട്രാക്ക് വരുന്നത് കേട്ടോ. നമുക്കിവിടുന്ന് 1 കിലോമീറ്റർ 50 മിനിറ്റ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ടൊക്കെയാണെന്നുള്ള മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളെ കാണാൻ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ സംഭവം എനിക്ക് അറിയത്തില്ല, പലയിടത്തും വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന്. നമുക്കിവിടെ കുറേ ഹെവി വെഹിക്കിൾസ്, ബ്രിഡ്ജ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞൊക്കെ വലിയ വണ്ടികൾക്കൊന്നും പാനൊക്കത്തില്ല, ചെറിയ വണ്ടികൾക്ക് മാത്രമേ പാനൊക്കത്തുള്ളൂ ഈ ബ്രിഡ്ജ് വഴി. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേനെ ഒരു ചെറിയൊരു റിവറാണ് തോന്നുന്നു പോകുന്നത്. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഈ കൊടും കാടിന് നടുക്കൂടെ നടക്കുകയാണ് കേട്ടോ. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് കാണിക്കുന്നത് നടന്നു പോകാനായിട്ട്. ഈ മരത്തിലൊക്കെ എന്തോ വെച്ചിരുന്നുണ്ടോ, എന്തോ ഇരിക്കുന്നത്, എന്തോ ഒരു സൈൻ ബോർഡ് കൊടുത്തിട്ടുണ്ടോ, ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടുന്ന് 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഏതോ റിവറിലൊക്കെ എത്തുമെന്ന് പറയുന്നു. നോട്ടെ, ഇവിടെ പോയി എത്തിച്ചേരുമെന്ന് അറിയത്തില്ല, നോക്കാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ആ റിവറിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലേ, ആ റിവറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ റിവറിൻ്റെ കളർ കണ്ടില്ലേ, ഒരു കോഫി ബ്രൗൺ കളറാണ് റിവറിനുണ്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട് തന്നെ. ഒരു ബ്രൗൺ കളർ മൊത്തത്തിൽ. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഒരു സാൻഡാന്ന് തോന്നി കാണുന്നത്, സാൻഡ്. ഒരു 18ാം പടി കയറിയിട്ട് വേണം നമുക്ക് ഇനി അടുത്ത കേവിലോട്ട് പോകാനായിട്ട് കേട്ടോ. അതുകൊണ്ട് സ്റ്റെപ്പുണ്ട്. ഈ സ്റ്റെപ്പെല്ലാം ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും, എല്ലാം വുഡിലാണ് തീർത്തേക്കുന്നത് കേട്ടോ. എല്ലാം വുഡിലാണ് സ്റ്റെപ്പെല്ലാം പണിഞ്ഞേക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട റിവറില്ലേ, അതിൻ്റെ ഒരു തുടക്കം വരുന്നത് ഇവിടെ നിന്നാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നല്ല ഒരു ചെറിയൊരു വാട്ടർഫാൾസോ എന്താ പറയുക, ഒരു അരുവി ഇങ്ങനെ പോകുന്നുണ്ട്. എന്തോ ഒഴുക്കാൻ നോക്കിയ വെള്ളത്തിന്. മനോഹരമായിട്ടുള്ളൊരു ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ തീർത്തിട്ടുണ്ട് ബ്രിഡ്ജ് കണ്ടോ.
നിർമ്മിതമൊന്നും അല്ല, ഇത് തനിയെ പ്രകൃതി ഉണ്ടാക്കിയെടുത്ത സാധനമാണ്. ഗൈസ് അങ്ങനെ അവിടുത്തെ കാഴ്ചയെല്ലാം കണ്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. നമ്മളിങ്ങോട്ട് കയറുന്ന ഒരു എൻട്രൻസിൻ്റെ അവിടെ ഉണ്ടല്ലോ, ഇങ്ങനെ കുറേ ഹട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ കാരവാനിനകത്ത് കുറേ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് റെസ്റ്റ് എടുക്കാനും ബാത്റൂം ഫെസിലിറ്റീസ് അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒറ്റ ക്യാഷ് പോലും ഇവർ ഈ ഒരു കാണാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഉള്ള കാര്യങ്ങൾക്കൊന്നും നമ്മുടെ കയ്യിൽ പൈസ ഈടാക്കുന്നില്ല. പിന്നെ ഇവിടെ കുറേ ഇതുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങളും പേപ്പർ റിപ്പോർട്ടും പിന്നെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ആ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫോട്ടോസും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പം പോയ ആ ഒരു ഫോറസ്റ്റില്ലേ, അതിനകത്ത് പണ്ടിങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു ഏരിയ. ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കരാമിയിലെ റോഡ് ട്രിപ്പ് ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. അങ്ങനെ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ്, കാരണം ഇവിടെ നല്ല മഴയാണ് പുറത്ത് കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവരുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.